അയ്യോ ചേട്ടാ, നിങ്ങളെ കാലിലേക്ക് കൊണ്ടായിരുന്നില്ലേ? അതെങ്ങനെയുണ്ട്, ഇപ്പൊ കുറഞ്ഞോ? ആ, ഇപ്പൊ കുറവുണ്ട്. അയ്യോ ഇവനെന്താ ഇവിടെ? ഓടണ്ട, നിങ്ങൾക്ക് ഇപ്രാവശ്യം എന്തായാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. മോനെ, നീ വന്നേ വേഗം എന്റെ വണ്ടിയിലോട്ട് കയറി, നമുക്ക് പെട്ടെന്ന് പോയിട്ട് അവരെ പിടിക്കാം. ആ ശരി ചേട്ടാ. ചേട്ടാ, വണ്ടി കുറച്ച് സ്പീഡിൽ വിട്. ഇപ്രാവശ്യം അവര് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ആ ശരി അനിയ. ഇപ്രാവശ്യം ഞാൻ ആ പെണ്ണുങ്ങളെ പിടിക്കാണ്ട് ഓടില്ല, നോക്കോ. മോനെ, ആ സ്ത്രീ നിങ്ങളുടെ വീട്ടിലെ പൊന്നും പണമൊക്കെ എടുത്തോ? ആ ചേട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? അമ്മ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വർണവും പണമൊക്കെയാ ഇപ്പൊ അവര് കാരണം എന്റെ അമ്മ അവിടെ കരഞ്ഞോണ്ടിരിക്കുക. അവരെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ, ഞാൻ അവരെ വെച്ചേക്കില്ല. നിങ്ങളാ? നിങ്ങളെങ്ങനെ ഇതിനൊക്കെ തൊട്ട് കയറി? അയ്യോ അയ്യോ. ഞങ്ങളോട് അവന്റെ ഒരു കളി. നിന്നെ പോലെ എത്ര എണ്ണത്തിന് ഞങ്ങൾ കണ്ടതാ. എടോ പാത്രോസേ, താനെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? നിന്റെ ഒന്നിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ പിടികൂടി. അവരും നിന്നെ പോലെ തന്നെ ജയിലിനകത്തായി ഇപ്പോൾ ഉള്ളത്. നീ കൊറേ വീമ്പിളക്കിയതല്ലേ? ഇല്ല, അങ്ങനെ സംഭവിക്കാനേ ചാൻസ് ഇല്ല. ഇല്ല, അവർ രണ്ടുപേരും ഒരിക്കലും പിടിതരാത്തവരാ. ഇല്ല, അവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ കള്ളം പറയുക. സാറേ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സംഭവിച്ച്. എടോ പത്രോസേ, താനെന്താ ഞങ്ങളെ പറ്റി വിചാരിച്ചേ? ഞങ്ങൾക്ക് നിന്റെ ഒന്നിച്ചിട്ട് എത്ര ആൾക്കാരുണ്ടെന്ന് പിടിക്കാൻ പറ്റില്ലെന്നാണോ താൻ വിചാരിച്ചേ? ഇപ്പൊ കണ്ടില്ലേ, ഞങ്ങൾക്ക് നീ തന്നെ പറഞ്ഞു തന്നില്ലേ? ഞാനേ സാറുമാരോട് എത്ര ആൾക്കാരുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അവര് സാറുമാർക്ക് ഒരിക്കലും പിടികിട്ടാത്ത ആൾക്കാരാ. അവരെ അങ്ങനെയൊന്നും സാറുമാർക്ക് കിട്ടില്ല കേട്ടോ. സാറുമാർ വേണമെങ്കിൽ നോയിക്കോട്ടോ, സാറുമാർക്ക് അവര് ഒരിക്കലും പിടിതരില്ല. എടോ, താൻ എന്താ വിചാരിച്ചേക്കുന്നേ? നീ ഇപ്പൊ അവര് ഞങ്ങൾക്ക് 2 പേരുണ്ടെന്ന് അറിയിച്ചു തന്നില്ലേ? ഇനി അവര് അതുപോലെ തന്നെ ഞങ്ങൾ പിടിച്ചിട്ടേ തന്റെ മുമ്പിലോട്ട് കൊണ്ടുവരും. കണ്ടോളൂട്ടോ. കാണാം. മോളെ, ഫ്രിഡ്ജിൽ കുറച്ച് ദോശമാവണ്ടേ? നിനക്ക് ഞാൻ ദോശ ചുട്ട് തരട്ടെ? അയ്യോ വേണ്ടമ്മേ, ഏട്ടനല്ലേ പറഞ്ഞത് ഹോട്ടലിൽ ഫുഡ് വാങ്ങിച്ചോണ്ട് വരാന്ന്. ആ എന്നാ ശരി, ഞാനേ ഫ്രഷ് ആയിട്ട് വരാം. ഈ പയ്യനെ നമ്മൾ എന്താ ചെയ്യാ? ഇവന് ഇപ്പൊ നമ്മളൊന്ന് ചിരിക്കട്ടെ. ഇനിയിപ്പോ പുറത്തോട്ട് വിട്ടാലുണ്ടല്ലോ, നമ്മളെ പറ്റി പോലീസിനോട് പറഞ്ഞു കൊടുക്കും. അപ്പോ ഇവന് കുറച്ച് ട്രെയിനിങ് കൊടുക്കാം മോഷണത്തിനുള്ള, അല്ലേ? ആ അതെ അതെ, നീയേ ഇവന് കുറച്ച് കക്കാനൊക്കെ പഠിപ്പിക്കണം കേട്ടോ. കുറച്ച് നല്ലോണം മോഷണം പഠിപ്പിക്കണം ഇവനെ. എന്നാലേ നമുക്ക് ഇവനെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. അയ്യോ, ഞാനിതെവിടെയുള്ളത്? ഞാനിങ്ങനെ ഇവിടെ എത്തി. എന്നെ ആ കള്ളന്മാരിവിടെ കൊണ്ടുവന്നിട്ടതല്ലേ? അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മയ്ക്ക് എങ്ങനെ ഫോൺ വിളിക്കും? ഇവരെന്നെ മുഴുവനും കെട്ടിയിട്ടിട്ടല്ലേ ഉള്ളത്. ഭാഗ്യം കൈ കെട്ടിയിട്ടില്ല. മെല്ലെ അമ്മയ്ക്ക് വിളിച്ചു നോക്കാം. പോക്കറ്റിൽ ഫോൺ ഉണ്ടോ നോക്കാം. ഫോൺ ഉണ്ടെങ്കിൽ മെല്ലെ അമ്മയ്ക്ക് വിളിച്ചു നോക്കാം. ആ ഫോൺ ഉണ്ട്, അമ്മക്ക് വിളിച്ചു നോക്കാം. ഹലോ മോനെ മനു. ഹലോ അമ്മ. തന്റെ കയ്യില് ഫോണൊക്കെ ഉണ്ടായിരുന്നോ? വാങ്ങാനേ വിട്ടുപോയതായിരുന്നു. ഹലോ മനു. മനു, ഈ പയ്യന്റെ ഒരു കാര്യം, വെറുതെ അനാവശ്യമായിട്ട് ഫോൺ വിളിക്കുകയും ചെയ്യും, എന്നിട്ടൊന്നും സംസാരിക്കുകയില്ല. ഫോണും വെച്ചിട്ട് ചങ്ങായിമാരൊന്നിച്ചിട്ട് കളിക്കാൻ പോയി കാണും. നിങ്ങളോട് ഞാൻ പറഞ്ഞത് മര്യാദക്ക് എന്റെ ഫോണ് താ. എടാ മോനെ, നിന്നോടാ ഞങ്ങൾ പറഞ്ഞത്. നീ നേരെ ഇരുന്നാലും നിനക്ക് നല്ലത്, അല്ലെങ്കിലേ ഞങ്ങൾ സ്വഭാവം ഒന്ന് മാറി. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇവരെ ഞാൻ ഇതെന്തുവാ മോളെ ഈ കുത്തിയിരുന്ന് വരച്ചോണ്ടിരിക്കുന്നേ? അത് പിന്നെയല്ലേ അമ്മേ, എനിക്ക് ആ കള്ളനെ ശരിക്കും കണ്ടായിരുന്നേ. അപ്പൊ എന്റെ മനസ്സിൽ അവരുടെ ആ ഒരു മുഖമുണ്ട്, പക്ഷെ ഇതൊക്കെ വരക്കാൻ വേണ്ടി പറ്റുന്നില്ല അമ്മ. ഓ, അതാണോ എന്റെ മോള് ഈ പാതിരാത്രിയിലിരുന്ന് പണിപ്പെട്ട് വരക്കാൻ നോക്കുന്നുള്ളത്? ഞാൻ വിചാരിച്ച നാളെ വല്ല അസൈൻമെന്റോ സെമിനാറോ അല്ലെങ്കിൽ പരീക്ഷയോ മറ്റോ ഉണ്ടെന്ന്. അതെന്താ അമ്മ, ഞാൻ ചിത്രം വരച്ചാൽ എന്താ? അസൈൻമെന്റ് മാത്രമേ അങ്ങനെ എഴുതാൻ പാടുള്ളൂ. ചിത്രത്തെ വരച്ചോടെ എനിക്ക്. അയ്യോ അമ്മയൊന്ന് ചുമ്മാ പറഞ്ഞതാടോ. നീ വരക്കോ ഏതോ എന്ത് വേണേലും ചെയ്തോ. അമ്മ അത് പിന്നെയല്ല അമ്മ, ഞാൻ ഈ ചിത്രം വരച്ചിട്ട് പോലീസ് മാമന്മാർക്ക് കൊടുക്കേ. അപ്പൊ അവർക്ക് എളുപ്പമാവല്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. നീ വരച്ചിട്ട് വേണല്ലേ അവർ കള്ളനെ പിടിക്കാനായിട്ട്. അമ്മ കളിയാക്കല്ലമ്മ, അമ്മ എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? എന്റെ മോളെ, അമ്മ ചിരിച്ചതൊന്നും അല്ലാടാ. അമ്മേ, നീ ചിത്രം വരച്ചിട്ട് എപ്പ കഴിയുമെന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. എന്റെ മക്കൾക്ക് ആ കള്ളന്മാര് പോയ കാർ നമ്പർ ഓർമ്മയില്ലേ? ഉണ്ടമ്മ, അത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? നീയേ ചിത്രം ഒന്നും വരക്കണ്ട, പകരം ആ കാർ നമ്പർ ഒന്ന് ഈ പേപ്പറിലോട്ട് എഴുതിയാ മതി. അതായിരിക്കും പോലീസ് മാമന്മാർക്ക് ചിത്രം വരച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത്. ശരി അമ്മേ, എന്നാലേ ഞാനേ ആ നമ്പർ എഴുതി കൊടുക്കാം. വേഗം നമ്പർ എഴുതി വന്നിട്ടേ മോൾക്ക് എടുക്കാൻ നോക്കേ. മണിയേ 10 മണിയായി, നാളെ സ്കൂളുള്ളതല്ലേ? ശരി അമ്മേ. അമ്മേ, അമ്മ എനിക്ക് വിശക്കുന്നമ്മേ. അമ്മേ, മണി 10 ആയില്ലേ അമ്മേ, എനിക്ക്
ഭക്ഷണം ഉണ്ടാക്കാതിരുന്നിട്ട് വെറുതെ ആയി. നിക്ക് മോളെ, അമ്മ ഇപ്പൊ നിനക്ക് ദോശ ചുട്ട് കൊണ്ടുവരാട്ടോ. ഓ, ഈ മനു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവൾക്ക് അറിയാവുന്നതല്ലേ അമ്മ ഇപ്പൊ ഭയങ്കര സങ്കടത്തിലുള്ളതെന്ന്. അപ്പോഴേ അവന്റെ ഒരു കൂട്ടുകാരുടെ ഒന്നിച്ച് പോയിട്ടുള്ള ഒരു കറക്കം. അവനിപ്പം കൂട്ടുകാരുടെ ഒന്നിച്ച് കൂടിയിട്ട് നന്നായിട്ട് ഹോട്ടലിൽ ഫുഡ് അടിക്കുന്നുണ്ടാവും. ഇനി മുതലേ അവനെ വിശ്വസിക്കാനേ പാടില്ല. അവൻ വരട്ടെ, അവൻക്ക് വച്ചിട്ടുണ്ട്. വീട്ടിലോ കള്ളന്മാര് വന്നിട്ട് എല്ലാം കട്ടോണ്ട് പോയിന്. ഈ സമയത്താണെങ്കിലോ അവന് വീട്ടിലല്ല വേണ്ടത്. ഈ മനുവിനാണെങ്കിലേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ നിക്കാറേ ഇല്ല. കുറച്ചെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ? ഇനി എപ്പോഴാണോ എന്റെ ദൈവമേ അവനക്ക് കുറച്ച് ഉത്തരവാദിത്തം വരുന്നത്? ഇവൻ എങ്ങനെ ഇപ്പൊ ഇത്രയും മാറിയത്? മുമ്പൊക്കെ അവനെ അമ്മ എന്ത് പറഞ്ഞാലും അനുസരിക്കായിരുന്നു. അമ്മേ, ദോശ റെഡിയായോ അമ്മേ? ആ മോളെ, ആ പാത്രത്തിലുള്ളത് എടുത്ത് കഴിച്ചോട്ടോ. മോളെ ചിഞ്ചു, നീ ചേട്ടനൊന്ന് ഫോൺ വിളിക്കോ? ഇല്ല, ഞാനേ അവനക്ക് ഫോൺ വിളിക്കില്ല. അവൻ എന്നോട് നിനക്ക് പൊറോട്ട കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, എന്നിട്ടോ അവനെ പറ്റിച്ചല്ലേ. ഞാനേ അവനക്ക് ഫോൺ വിളിക്കില്ല. അയ്യോ, മണി 3 മോളെ ചിഞ്ചു, എണീച്ച് മോളെ ചിഞ്ചു. എന്തുവാ അമ്മേ, നീ ഉറക്കം വന്നിട്ട് വയ്യ. മോളെ, ചേട്ടൻ ഇതുവരെ വന്നില്ല, നീ ഒന്ന് എണീച്ചേ. അമ്മ ചേട്ടൻ റൂമിൽ പോയി നോക്കിയായിരുന്നോ? ആ മോളെ, ഞാനേ ഇപ്പൊ നോക്കിയിട്ട് വരാം അവന് വന്നിട്ടുണ്ടോന്ന്. അയ്യോ, നല്ല ഉറക്കം വരുന്നു. മോളെ ചിഞ്ചു, എണീക്ക് മോളെ, പ്ലീസ് മോളെ എണീക്ക്. ചേട്ടൻ ഇതുവരെ വന്നില്ല മോളെ. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നമ്മ. ചേട്ടന്റെ വീട്ടിലുണ്ടാവും, അമ്മ പേടിക്കൊന്നും വേണ്ട. മോളെ, അവർക്കൊന്ന് ഫോൺ വിളിച്ച് നോക്കാം മോളെ, അവരെവിടെ ഉണ്ടോ നോക്കാം. അമ്മ ഇപ്പൊ വന്ന് കിടന്നുറങ്ങിയ അവരിപ്പോ ഉറങ്ങുന്നുണ്ടാവും, അമ്മ പേടിക്കൊന്നും വേണ്ട. അതും ശരിയല്ലേ, ഇപ്പൊ രാത്രിയല്ലേ. നാളെ രാവിലെ വരും അവൻ. അല്ലേ, എന്ത് കുരുത്തൻകെട്ട പയ്യനാ അവന്. അവനക്ക് വിളിച്ച് പറഞ്ഞൂടായിരുന്നോ അവന് കൂട്ടുകാരെ വീട്ടിൽ നിൽക്കുമ്പോ? നാളെ വരട്ടെ, അവൻക്ക് വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏടെ പോകുമ്പോ പറയുന്ന ചെക്കനാ. ഇപ്പൊ നോക്കി, ഒന്ന് വിളിച്ചു പോലും പറയാൻ അവൻക്ക് വയ്യ.